ഹലോ, എമിലൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ ഇതിലൂടെ പോയിട്ടുള്ളവർക്കെല്ലാം അറിയായിരിക്കും, രണ്ട് സൈഡിലും ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ. അപ്പോൾ നമ്മൾ ഏകദേശം അതിരപ്പള്ളി വാട്ടർഫോൾസിൽ എത്താനായിട്ടുണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കുറച്ച് റിസ്ക് ഉള്ള വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ആ വഴി. പിന്നെ ഗൈസ്, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് എൻ്റെ ഹസ്ബൻഡാണ് അനീസ്, പിന്നെ ഞങ്ങളുടെ മോനും. അപ്പം ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, സൺഡേ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് നേരെ മേലോട്ടേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസ്ക്കുള്ള വഴി ഇതാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വന്നത്. അത് ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മഴ പതിവിലും കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ഭാഗത്തും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സിങ് റൂംസൊക്കെ ഉണ്ട്, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഗൈസ്, നമ്മളിതാ മൂന്നാറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിലാണ് സ്റ്റേ ചെയ്തത്. റിസോർട്ട് ഗ്രീൻ മിസ്റ്റിക് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിസോർട്ടായിരുന്നു. നമുക്ക് ആ റൂമെല്ലാം ഒന്ന് കാണാം. അപ്പോൾ എന്നിട്ട് അവിടെ നമുക്കൊരു പ്രൈവറ്റ് പൂളും ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞങ്ങൾ പോയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് മൂന്നാറിലെ. അവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളും എല്ലാം അവർ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു, ഊഞ്ഞാലും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കൃത്യം 7 മണിക്ക് വാട്ടർ ഡാൻസ് ആരംഭിക്കുന്നതാണ്. അപ്പം 7 മണി ആവാനായിട്ടുണ്ട്.
ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ കാണാനുള്ളത്. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് വട്ടവടയിലൊരു സ്ട്രോബെറി ഫാമിലേക്കാണ്. അവിടെ നമ്മൾ സ്ട്രോബെറി വാങ്ങുകയാണെങ്കിൽ അവർ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ പറിച്ച് തരുന്നതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പറിച്ച് കഴിക്കാനും പറ്റും. അപ്പം മിനി ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്.